നമസ്കാരം. കശ്മീർ താഴ്വരയെ നടുക്കിയ കൂട്ടക്കൊലകളെക്കുറിച്ച് വീണ്ടും അന്വേഷണം വരുന്നു. കശ്മീർ താഴ്വരയിൽ നിന്നും കശ്മീരി പണ്ഡിറ്റ് കുടുംബങ്ങളെ ആട്ടി ഓടിക്കാൻ ലക്ഷ്യമിട്ട് നടന്ന ഭീകര ആക്രമണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. 1998-ലെ വംതാമ കൂട്ടക്കൊലയും പണ്ഡിറ്റ് നേതാവ് ടിക്കാലാൽ തപ്സു, ജസ്റ്റിസ് നീലകണ്ഠ ഗഞ്ചു, കശ്മീരി പണ്ഡിറ്റായിരുന്ന നഴ്സ് സർല ഭട്ട്, എഴുത്തുകാരൻ സർവാനന്ദ് കൗൾ പ്രേമി, അദ്ദേഹത്തിന്റെ മകൻ വീരേന്ദർ കൗൾ എന്നിവരുടെ കൊലപാതക കേസുകളിലൊക്കെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കശ്മീർ താഴ്വരയിൽ ഭീകരവാദം ശക്തമായിരുന്ന കാലത്തുണ്ടായ കശ്മീരി പണ്ഡിറ്റുകളെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങളുടെ പഴയ കേസുകൾ വീണ്ടും അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് അന്വേഷണം പുനരാരംഭിച്ചത്. സർല ഭട്ട് വധക്കേസിൽ SIA സമർപ്പിച്ച 737 പേജുള്ള കുറ്റപത്രത്തിൽ ജയിലിൽ കഴിയുന്ന JKLF നേതാവ് യാസിൻ മാലിക്കാണ് കൊലപാതകത്തിലെ പ്രധാന സൂത്രധാരൻ എന്നാണ് ആരോപിക്കുന്നത്. കഴിഞ്ഞ ജൂണിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കശ്മീർ താഴ്വരയിലെ കൂട്ടക്കൊലകളിൽ പ്രധാനമായതാണ് 1998-ലെ വംതാമ കൂട്ടക്കൊല. 23 കശ്മീരി പണ്ഡിറ്റുകളാണ് അന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 98 ജനുവരി 25-നാണ് വംതാമ ഗ്രാമത്തിൽ കശ്മീരി പണ്ഡിറ്റ് കുടുംബങ്ങൾക്ക് നേരെ ഭീകരാക്രമണം നടന്നത്. മാരകായുധങ്ങളുമായി എത്തിയ ഭീകരർ വീടുകളിൽ അതിക്രമിച്ചു കയറി 9 സ്ത്രീകളും 4 കുട്ടികളും അടങ്ങുന്ന 23 പേരെ നിഷ്ഠൂരമായി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്നും റംസാൻ ദിവസവുമാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൂട്ടക്കൊല അരങ്ങേറിയത്. സംഭവം നടന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കേസിൽ തുമ്പൊന്നും ലഭിച്ചിരുന്നില്ല. വംതാമ കൂട്ടക്കൊലയുമായും കശ്മീരി പണ്ഡിറ്റ് നേതാവ് ടിക്കാലാൽ തപ്സുവിന്റെ വധവുമായും ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കശ്മീർ താഴ്വരയിലെ വിവിധ ഇടങ്ങളിൽ SIA റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെയും അവർക്ക് ഒത്താശ ചെയ്ത കൂട്ടാളികളെയും കണ്ടെത്തി അവരുടെ പങ്ക് തെളിയിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. പണ്ഡിറ്റ് നേതാവ് ടിക്കാലാൽ തപ്സു, ജസ്റ്റിസ് നീലകണ്ഠ ഗഞ്ചു എന്നിവരുടെ വധക്കേസുകളിലും SIA അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കശ്മീരിൽ കഴിയുന്ന ഭീകരർക്ക് നേരെയുള്ള വേട്ട ശക്തമാക്കുമ്പോൾ തന്നെയാണ് താഴ്വരയിലെ കശ്മീരി പണ്ഡിറ്റ് കുടുംബങ്ങളെ കൂട്ടക്കൊല ചെയ്ത സംഭവങ്ങളിലും അന്വേഷണം ശക്തമാകുന്നത്.